എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ചോക്ക് ഡ്രീംസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ടീച്ചർ എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ഒരു വിജയത്തിന്റെ ചവിട്ടുപടിയാണ് കേടെറ്റ് പരീക്ഷ. അതുകൊണ്ടുതന്നെ ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. പഠിച്ചു തീർക്കാൻ ഒരുപാട് വിഷയങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത ചോദ്യങ്ങൾ. ടെൻഷനാണോ? വേണ്ട. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേടെറ്റ് കാറ്റഗറി 1ന് വേണ്ടിയുള്ള 50 ചോദ്യങ്ങളടങ്ങിയ ഒരു കിഡിലൻ മോഡൽ എക്സാമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഏറ്റവും പുതിയ സിലബസുമെല്ലാം പരിഗണിച്ച് ഓരോ വിഷയത്തിനും മാർക്ക് വെയിറ്റേജ് അനുസരിച്ച് തയ്യാറാക്കിയ ചോദ്യങ്ങളാണിത്. ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷനുകളുണ്ടാകും. നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി ഒരു ചെറിയ സമയം ഞാൻ തരും. അതിനുശേഷം നമ്മൾ ശരി ഉത്തരം പറയും. അതോടൊപ്പം ആഴത്തിലുള്ള ഒരു വിശദീകരണവും നൽകും. ഈ വിശദീകരണം നിങ്ങളുടെ പഠനത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും. അപ്പോൾ പേനയും ബുക്കും എടുത്ത് തയ്യാറായിക്കോളൂ. ഇതൊരു വെറും ചോദ്യപേപ്പറല്ല, നിങ്ങളുടെ അറിവ് കൂട്ടാനുള്ള ഒരു സുവർണ അവസരമാണ്. നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ബിഗിൻ. വിഭാഗം 1, ചൈൽഡ് സൈക്കോളജി. ചോദ്യം 1 മുതൽ 15 വരെ. 1. പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം, ലേണിംഗ് ബൈ ഡൂയിങ്, ആരുടെ പ്രധാന ആശയമാണ്? എ. ജീൻ പിയാഷെ, ബി. വൈഗോട്സ്കി, സി. ജോൺ ഡ്യൂയി, ഡി. ബി.എഫ്. സ്കിന്നർ. ഉത്തരം സി. ജോൺ ഡ്യൂയി. വിദ്യാഭ്യാസം എന്നത് ജീവിതത്തിനായുള്ള തയ്യാറെടുപ്പല്ല എന്ന് ജോൺ ഡ്യൂയി വിശ്വസിച്ചു. പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ കുട്ടി അനുഭവങ്ങൾ ആർജിക്കണമെന്ന പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ രീതി ഇദ്ദേഹത്തിൻ്റേതാണ്. 2. പിയാഷെയുടെ വികാസഘട്ടങ്ങളിൽ വസ്തുസ്ഥിരത കൈവരുന്നത് ഏത് ഘട്ടത്തിലാണ്? എ. പ്രീ ഓപ്പറേഷണൽ ഘട്ടം, ബി. സെൻസറി മോട്ടോർ ഘട്ടം, സി. കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടം, ഡി. ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടം. ഉത്തരം ബി. സെൻസറി മോട്ടോർ ഘട്ടം. ജനനം മുതൽ 2 വയസ്സുവരെയുള്ള കാലയളവാണിത്. ഈ ഘട്ടത്തിന്റെ അവസാനത്തോടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞുപോയാലും വസ്തുക്കൾ നിലനിൽക്കുന്നുണ്ടെന്ന ബോധം കുട്ടിക്കുണ്ടാകുന്നു. 3. ബുദ്ധിശക്തി എന്നത് 8 വ്യത്യസ്ത കഴിവുകളുടെ സമാഹാരമാണെന്ന് വാദിച്ച ബഹുബുദ്ധി സിദ്ധാന്തം ആരുടേതാണ്? എ. ആൽഫ്രഡ് ബിനെ, ബി. ഹൊവാർഡ് ഗാർട്ട്നർ, സി. റോബർട്ട് സ്റ്റേൺബർഗ്, ഡി. ലൂയിസ് തേഴ്സ്റ്റൺ. ഉത്തരം ബി. ഹൊവാർഡ് ഗാർട്ട്നർ. ബുദ്ധി എന്നത് ഏകശിലാരൂപമല്ലെന്നും ഭാഷാപരമായ ബുദ്ധി, ഗണിതപരമായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധി എന്നിങ്ങനെ 8 സ്വതന്ത്രമായ ബുദ്ധികൾ ഓരോ വ്യക്തിയിലുമുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. 4. വൈഗോട്സ്കിയുടെ സിദ്ധാന്തപ്രകാരം ഒരു കുട്ടിയുടെ യഥാർത്ഥ വികാസതലവും സാധ്യതാ വികാസതലവും തമ്മിലുള്ള വ്യത്യാസം. എ. സ്കഫോൾഡിംഗ്, ബി. ZPD, സി. ഇക്വിലിബ്രിയം, ഡി. അക്കമഡേഷൻ. ഉത്തരം ബി. ZPD. മുതിർന്നവരുടെയോ കൂടുതൽ അറിവുള്ള സമപ്രായക്കാരുടെയോ സഹായത്തോടെ കുട്ടിക്ക് കൈവരിക്കാൻ കഴിയുന്ന വികാസമേഖലയാണിത്. ഇതിനെ സമീപസ്ഥ വികാസമണ്ഡലം എന്നും വിളിക്കുന്നു. 5. പഠനവൈകല്യങ്ങളിൽ അക്ഷരങ്ങൾ തിരിച്ചറിയുന്നതിനും വായിക്കുന്നതിനും നേരിടുന്ന പ്രയാസം. എ. ഡിസ്ഗ്രാഫിയ, ബി. ഡിസ്കാൽക്കുലിയ, സി. ഡിസ്ലെക്സിയ, ഡി. ഡിസ്പ്രാക്സിയ. ഉത്തരം സി. ഡിസ്ലെക്സിയ. വായനയുമായി ബന്ധപ്പെട്ട തകരാറാണിത്. ഡിസ്ഗ്രാഫിയ രചനയുമായും ഡിസ്കാൽക്കുലിയ ഗണിതവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. 6. കിൻഡർഗാർട്ടൻ വിദ്യാഭ്യാസ രീതിയുടെ പിതാവ് ആര്? എ. മറിയ മോണ്ടിസോറി, ബി. ഫ്രെഡറിക് ഫ്രോബൽ, സി. റൂസോ, ഡി. ടാഗോർ. ഉത്തരം ബി. ഫ്രെഡറിക് ഫ്രോബൽ. കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ് കിൻഡർഗാർട്ടൻ എന്ന വാക്കിന്റെ അർത്ഥം.
സ്കൂളിനെ ഒരു പൂന്തോട്ടമായും കുട്ടികളെ ചെടികളായും അധ്യാപകനെ തോട്ടക്കാരനായുമാണ് അദ്ദേഹം സങ്കൽപ്പിച്ചത്. 7. കുട്ടിയുടെ പഠനത്തെ സഹായിക്കുന്ന താൽക്കാലിക പിന്തുണയെ വൈഗോട്സ്കി വിളിച്ച പേരെന്ത്? എ. സ്കീമ, ബി. സ്കഫോൾഡിംഗ്, സി. അഡാപ്റ്റേഷൻ, ഡി. ഈഗോസെൻട്രിസം. ഉത്തരം ബി. സ്കഫോൾഡിംഗ്. പുതിയൊരു കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ അധ്യാപകനോ മുതിർന്നവരോ നൽകുന്ന താൽക്കാലിക സഹായമാണിത്. കുട്ടി ആ കഴിവ് നേടിയാൽ ഈ സഹായം പിൻവലിക്കും. 8. മൈക്രോ ടീച്ചിങ്ങിന്റെ ആകെ ദൈർഘ്യം എത്ര മിനിറ്റാണ്? എ. 30 മിനിറ്റ്, ബി. 36 മിനിറ്റ്, സി. 45 മിനിറ്റ്, ഡി. 60 മിനിറ്റ്. ഉത്തരം ബി. 36 മിനിറ്റ്. ടീച്ചിംഗ് 6, ഫീഡ്ബാക്ക് 6, റീപ്ലാനിംഗ് 12, റീടീച്ചിംഗ് 6, റീഫീഡ്ബാക്ക് 6 എന്നിങ്ങനെയാണ് ഇതിന്റെ ഘടന. 9. തോണ്ടേക്കിന്റെ പഠന നിയമങ്ങളിൽ ശീലമുണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന നിയമം ഏത്? എ. സന്നദ്ധതാ നിയമം, ബി. ഫലനിയമം, സി. പരിശീലന നിയമം, ഡി. സാദൃശ്യ നിയമം. ഉത്തരം സി. പരിശീലന നിയമം. ആവർത്തിച്ചുള്ള പരിശീലനം പഠനത്തെ ഉറപ്പിക്കുന്നു എന്നാണ് ഈ നിയമം പറയുന്നത്. ഉപയോഗ നിയമം ലോ ഓഫ് യൂസ്, അനുപയോഗ നിയമം ലോ ഓഫ് ഡിസ്യൂസ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. 10. ഉൾക്കാഴ്ച പഠനം ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. തോണ്ടേക്ക്, ബി. ബി.എഫ്. സ്കിന്നർ, സി. വുൾഫ്ഗാങ് കോളർ, ഡി. പവ്ലോവ്. ഉത്തരം സി. വുൾഫ്ഗാങ് കോളർ. സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ നാട്ടിയ പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്. പ്രശ്നപരിഹാരത്തിന് പെട്ടെന്നുണ്ടാകുന്ന ഉൾക്കാഴ്ച സഹായിക്കുന്നു എന്നതാണ് ഇതിന്റെ കാതൽ. 11. ബുദ്ധിമാപനാങ്കം കാണാനുള്ള സൂത്രവാക്യം താഴെ പറയുന്നവയിൽ ഏതാണ്? എ. CA/MA ഗുണം 100, ബി. MA/CA ഗുണം 100, സി. MA+CA ഭാഗം 100, ഡി. CA ഭാഗം MA+100. ഉത്തരം ബി. MA ഭാഗം CA ഗുണം 100. മെന്റൽ ഏജ് ഭാഗം ക്രോണോളജിക്കൽ ഏജ് ഗുണം 100 എന്നതാണ് ശരിയായ രീതി. വില്യം സ്റ്റേൺ ആണ് ഈ ആശയം മുന്നോട്ടുവച്ചത്. 12. കുട്ടികളിലെ സദാചാര വികാസത്തെക്കുറിച്ച് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? എ. സിഗ്മണ്ട് ഫ്രോയിഡ്, ബി. ലോറൻസ് കോൾബർഗ്, സി. എറിക്സൺ, ഡി. ചോംസ്കി. ഉത്തരം ബി. ലോറൻസ് കോൾബർഗ്. കുട്ടികളുടെ സദാചാര ബോധത്തിന്റെ വളർച്ചയെ 3 ഘട്ടങ്ങളിലായി പ്രീ കൺവെൻഷനൽ, കൺവെൻഷനൽ, പോസ്റ്റ് കൺവെൻഷനൽ എന്നിങ്ങനെ ഇദ്ദേഹം വിവരിക്കുന്നു. 13. ഇവാൻ പാവ്ലോവ് തന്റെ പരീക്ഷണത്തിനായി ഉപയോഗിച്ച മൃഗം ഏത്? എ. കുരങ്ങ്, ബി. എലി, സി. നായ, ഡി. പൂച്ച. ഉത്തരം സി. നായ. ഭക്ഷണത്തോടുള്ള നായയുടെ സ്വാഭാവിക പ്രതികരണത്തെ ഒരു മണിനാദവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ക്ലാസിക്കൽ കണ്ടീഷനിംഗ് അദ്ദേഹം വിശദീകരിച്ചു. 14. ഭിന്നശേഷിക്കാരെയും സാധാരണ കുട്ടികളെയും ഒരേ ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്ന രീതി ഏത്? എ. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ബി. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, സി. ഹോം സ്കൂളിംഗ്, ഡി. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ഉത്തരം ബി. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുട്ടികൾ തമ്മിലുള്ള വിവേചനം ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. 15.
ആധുനിക ബുദ്ധിമാപനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ. ടർമാൻ, ബി. സ്റ്റേൺ, സി. ആൽഫ്രഡ് ബിനെ, ഡി. സ്പിയർമാൻ. ഉത്തരം സി. ആൽഫ്രഡ് ബിനെ. 1905-ൽ സൈമണുമായി ചേർന്ന് ആദ്യത്തെ ബുദ്ധിമാപന പരീക്ഷ തയ്യാറാക്കിയ വ്യക്തിയാണ് ആൽഫ്രഡ് ബിനെ. വിഭാഗം 2 മലയാളം. 16. പൂതപ്പാട്ട് എന്ന വിഖ്യാത കവിത രചിച്ചത് ആര്? എ. വൈലോപ്പിള്ളി, ബി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, സി. കുമാരനാശാൻ, ഡി. വള്ളത്തോൾ. ഉത്തരം ബി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഗ്രാമീണ ഭംഗിയും മാതൃത്വത്തിന്റെ കരുത്തും ആവാഹിച്ച കവിതയാണ്. 17. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആര്? എ. അപ്പുക്കിളി, ബി. രവി, സി. നൈസാമലി, ഡി. മാധവൻ. ഉത്തരം ബി. രവി. ഒ. വി. വിജയൻ രചിച്ച ഈ നോവൽ മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ നാഴികപ്പടിയാണ്. പാലക്കാട്ടെ തസ്രാക്ക് എന്ന ഗ്രാമമാണ് ഇതിന് പശ്ചാത്തലം. 18. സന്ധ്യ പ്ലസ് ആം ബരം സന്ധ്യയാം. ഇത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? എ. ലോഭസന്ധി, ബി. ആഗമസന്ധി, സി. ആദേശസന്ധി, ഡി. ദ്വിത്വസന്ധി. ഉത്തരം ബി. ആഗമസന്ധി. 2 സ്വരങ്ങൾക്കിടയിൽ യ എന്നാക്ഷരം പുതുതായി വന്നു ചേരുന്നതിനാൽ ഇത് ആഗമസന്ധിയാണ്. 19. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? എ. ഹെർമൻ ഗുണ്ടർട്ട്, ബി. എ. ആർ. രാജരാജവർമ്മ, സി. വള്ളത്തോൾ, ഡി. ഉള്ളൂർ. ഉത്തരം ബി. എ. ആർ. രാജരാജവർമ്മ. മലയാള വ്യാകരണത്തിന് കൃത്യമായ ചട്ടക്കൂട് നൽകിയ കേരള പാണിനീയം എന്ന ഗ്രന്ഥം രചിച്ചത് ഇദ്ദേഹമാണ്. 20. ശബ്ദിക്കുന്ന കളപ്പ ആരുടെ പ്രശസ്തമായ കഥയാണ്? എ. വൈക്കം മുഹമ്മദ് ബഷീർ, ബി. പൊൻകുന്നം വർക്കി, സി. ഉറൂബ്, ഡി. തകഴി. ഉത്തരം ബി. പൊൻകുന്നം വർക്കി. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആത്മബന്ധത്തെയും കർഷകന്റെ ദുരിതത്തെയും കുറിച്ചാണ് ഈ കഥ പറയുന്നത്. 21. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ ഏത്? എ. കുന്തലത, ബി. ഇന്ദുലേഖ, സി. ശാരദ, ഡി. ഘാതകവധം. ഉത്തരം ബി. ഇന്ദുലേഖ. 1889-ൽ ഒ. ചന്തുമേനോൻ രചിച്ച ഈ നോവൽ സാമൂഹിക പരിഷ്കരണത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 22. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? എ. പി. കുഞ്ഞിരാമൻ നായർ, ബി. എം. ടി. വാസുദേവൻ നായർ, സി. സുകുമാർ അഴീക്കോട്, ഡി. ഒ. വി. വിജയൻ. ഉത്തരം ബി. എം. ടി. വാസുദേവൻ നായർ. ഭാരതപ്പുഴയുടെ തീരത്തെ ജീവിതങ്ങളെയും സംസ്കാരത്തെയും തന്റെ കൃതികളിൽ മനോഹരമായി ആവിഷ്കരിച്ച വ്യക്തിയാണ് അദ്ദേഹം. 23. കേരളത്തിൽ വായന ദിനം എന്നാഘോഷിക്കുന്നു? എ. ജൂൺ 5, ബി. ജൂൺ 19, സി. നവംബർ 1, ഡി. ജൂലൈ 11. ഉത്തരം ബി. ജൂൺ 19. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ പി. എൻ. പണിക്കരുടെ ചരമദിനമാണ് വായനദിനമായി ആഘോഷിക്കുന്നത്. 24. തിരുക്കുറിപ്പുകൾ ആരുടെ കൃതിയാണ്? എ. കുമാരനാശാൻ, ബി.
കുഞ്ഞുണ്ണിമാഷ്, സി വൈലോപ്പിള്ളി, ഡി ബാലാമണിയമ്മ. ഉത്തരം ബി കുഞ്ഞുണ്ണിമാഷ്. ലളിതമായ വരികളിലൂടെ ഗഹനമായ കാര്യങ്ങൾ പറഞ്ഞ കവിയാണ് കുഞ്ഞുണ്ണിമാഷ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിലൊന്നാണിത്. 25. മലയാള അക്ഷരമാലയിൽ ഴ എന്ന അക്ഷരം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? എ വർഗീയാക്ഷരം, ബി ദ്രാവിഡ മധ്യമം, സി ഖരം, ഡി അധിഖരം. ഉത്തരം ബി ദ്രാവിഡ മധ്യമം. തമിഴ്, മലയാളം തുടങ്ങിയ ദ്രാവിഡ ഭാഷകളിൽ മാത്രം കാണുന്ന സവിശേഷമായ അക്ഷരമാണിത്. വിഭാഗം 3 ഇംഗ്ലീഷ്. ചോദ്യം 26 തൊട്ട് 35 വരെ. 26. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ഹി ഈസ് ഡാഷ് MLA. എ ബി ആൻ, സി ദ, ഡി നോ ആർട്ടിക്കിൾ. Answer B. An. Explanation. The word M is pronounced with a vowel sound M. Hence, an is used before MLA. 27. What is the synonym of the word courageous? A. Weak, B. Brave, C. Timid, D. Scared. Answer B. Brave. Courageous means having or showing courage. Brave is the most suitable synonym. 28. Identify the correctly spelt word. A. Vacuum, B. Vacuum, C. Vacuum, D. Vacuume. Answer A. Vacuum. Explanation. The word vacuum is often misspelled. It has a single C and double U. 29. What is the antonym of optimistic? A. Hopeful, B. Pessimistic, C. Cheerful, D. Bright. Answer B. Pessimistic. Explanation. Optimistic means being hopeful and confident about the future. Pessimistic is the opposite. 30. A group of lions is called A. Flock, B. Pride, C. Pack, D. Herd. Answer B. Pride. Explanation. Collective nouns for animals are specific. A group of lions is a pride. 31. I have been living here dash 2010. A. For, B. Since, C. From, D. To. Answer B. Since. Explanation. Since is used to denote a specific point in time in the past. 32. Change into passive voice. She writes a letter. A. A letter is written by her. B. A letter was written by her. C. A letter wrote her. D. A letter is writing by her. Answer A. A letter is written by her. Explanation. The sentence is in simple present tense. Passive structure. Object plus is or am or are plus V3 plus by plus subject. 33.
What is the plural form of goose? A. Gooses. B. Geese. C. Geeses. D. Goosey. Answer B. Geese. Explanation. Goose follows an irregular plural pattern where the internal vowels change. 34. What is the meaning of the idiom apple of one's eye? A. To like fruits. B. Favorite person. C. Bad person. D. A rich person. Answer B. Favorite person. Explanation. This idiom is used to describe someone who is very precious or much loved. 35. Fill in the blank. Slow and steady dash the race. A. Win. B. Wins. C. Winning. D. Won. Answer B. Wins. Explanation. Even though there are two nouns, they represent a single idea. Hence, a singular verb wins is used. വിഭാഗം 4. പരിസ്ഥിതി പഠനം ചോദ്യം 36 തൊട്ട് 40 വരെ. ലോക പരിസ്ഥിതി ദിനം എന്ന് ആഘോഷിക്കുന്നു? എ. ജൂൺ 5. ബി. ഒക്ടോബർ 4. സി. ഡിസംബർ 2. ഡി. ജൂലൈ 11. ഉത്തരം എ. ജൂൺ 5. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ആഗോളതലത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്ത ദിനമാണിത്. 37. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങളെ സഹായിക്കുന്ന ഇലകളിലെ വർണ്ണകം. എ. ഹീമോഗ്ലോബിൻ. ബി. ഹരിതകം ക്ലോറോഫിൽ. സി. മെലാനിൻ. ഡി. കരോട്ടിൻ. ഉത്തരം ബി. ഹരിതകം. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ആഹാരം നിർമ്മിക്കാൻ സസ്യങ്ങളെ സഹായിക്കുന്നത് ഹരിതകമാണ്. ഇതിനാലാണ് ഇലകൾക്ക് പച്ചനിറം ലഭിക്കുന്നത്. 38. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമേതാണ്? എ. സൈലന്റ് വാലി. ബി. ഇരവികുളം. സി. ആനമുടിച്ചോല. ഡി. മധികെട്ടാൻചോല. ഉത്തരം ബി. ഇരവികുളം. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം വരയാടുകളുടെ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ്. 39. ചിപ്കോ പ്രസ്ഥാനം എന്ന പരിസ്ഥിതി സമരത്തിന്റെ നേതാവാരാണ്? എ. മേധാ പട്കർ. ബി. സുന്ദർലാൽ ബഹുഗുണ. സി. ബാബ ആംതെ. ഡി. സലീം അലി. ഉത്തരം ബി. സുന്ദർലാൽ ബഹുഗുണ. ഉത്തരാഖണ്ഡിൽ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ മരങ്ങളെ കെട്ടിപ്പിടിച്ചു നിന്ന് ഗ്രാമീണർ നടത്തിയ പ്രതിഷേധമാണിത്. 40. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? എ. വിറ്റാമിൻ എ. ബി. വിറ്റാമിൻ സി. സി. വിറ്റാമിൻ കെ. ഡി. വിറ്റാമിൻ ഡി. ഉത്തരം സി. വിറ്റാമിൻ കെ. മുറിവുകളിൽ നിന്ന് അമിതമായി രക്തം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് വിറ്റാമിൻ കെ. വിഭാഗം 8. സോഷ്യൽ സയൻസ് ചോദ്യം 41 തൊട്ട് 45 വരെ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? എ. 1947 ഓഗസ്റ്റ് 15. ബി. 1950 ജനുവരി 26. സി. 1949 നവംബർ 26. ഡി. 1948 ജനുവരി 30.
ഉത്തരം ബി 1950 ജനുവരി 26. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായത് ഈ ദിവസമാണ്. നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നതും അന്നാണ്. 42. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? എ. ഭാരതപ്പുഴ, ബി. പെരിയാർ, സി. പമ്പ, ഡി. ചാലിയാർ. ഉത്തരം ബി. പെരിയാർ. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് കേരളത്തിലെ ഒന്നാമത്തെ വലിയ നദി. കേരളത്തിന്റെ ജീവരേഖ എന്നും ഇതറിയപ്പെടുന്നു. 43. വില്ലുവണ്ടി സമരം നയിച്ച നവോത്ഥാന നായകൻ ആരാണ്? എ. ശ്രീനാരായണ ഗുരു, ബി. അയ്യങ്കാളി, സി. ചട്ടമ്പി സ്വാമികൾ, ഡി. മന്നത്ത് പത്മനാഭൻ. ഉത്തരം ബി. അയ്യങ്കാളി. ദളിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതിനെതിരെ 1893 അയ്യങ്കാളി നടത്തിയ ഐതിഹാസിക സമരമാണിത്. 44. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം? എ. 2000, ബി. 2005, സി. 2010, ഡി. 2012. ഉത്തരം ബി. 2005. സർക്കാർ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനായി 2005 ഒക്ടോബർ 12 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. 45. കക്കുകളി എന്ന പ്രശസ്തമായ കളി ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. തൃശൂർ, ബി. ആലപ്പുഴ, സി. കണ്ണൂർ, ഡി. കോഴിക്കോട്. ഉത്തരം ബി. ആലപ്പുഴ. ആലപ്പുഴയിലെ ഗ്രാമീണ മേഖലകളിൽ ഇന്നും പ്രചാരത്തിലുള്ള ഒരു നാടൻ കളിയാണിത്. വിഭാഗം 6. ഗണിതം. ചോദ്യം 46 തൊട്ട് 50 വരെ. 46. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതാണ്? എ. 1, ബി. 2, സി. 3, ഡി. 0. ഉത്തരം ബി. 2. 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായ സംഖ്യകളാണ് അഭാജ്യസംഖ്യകൾ. 2 മാത്രമാണ് ഏക ഇരട്ട അഭാജ്യസംഖ്യ. 47. വശത്തിന്റെ നീളം 4 സെന്റിമീറ്ററായ ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? എ. 8 സെന്റിമീറ്റർ, ബി. 16 സെന്റിമീറ്റർ, സി. 12 സെന്റിമീറ്റർ, ഡി. 20 സെന്റിമീറ്റർ. ഉത്തരം ബി. 16 സെന്റിമീറ്റർ. സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം 4 ഗുണം വശം, അതായത് 4 ഗുണം 4, 16. 48. 0.5ഉം 0.05ഉം തമ്മിലുള്ള ഗുണനഫലം എത്രയാണ്? എ. 0.25, ബി. 0.025, സി. 0.0025, ഡി. 2.5. ഉത്തരം ബി. 0.025. 5 ഗുണം 5 25. 3 സ്ഥാനം മാറ്റിയാൽ 0.025 എന്ന് ലഭിക്കും. 49. 25ന്റെ വർഗ്ഗമൂലം എത്രയാണ്? എ. 50, ബി. 5, സി. 625, ഡി. 10. ഉത്തരം ബി. 5. 5 സ്ക്വയർ 25 ആയതുകൊണ്ട് 25ന്റെ വർഗ്ഗമൂലം 5 ആണ്. 50. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? എ. 45, ബി. 55, സി. 50, ഡി. 60.
ഉത്തരം ബി 55. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം n×n+1/2 ആണ്. ഇവിടെ 10 × 11/2 = 55. അങ്ങനെ നമ്മൾ 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഈ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നേടാനായി? നിങ്ങളുടെ സ്കോർ എത്രയായാലും അതൊട്ടും മടിക്കാതെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ. ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നും നിങ്ങളുടെ സ്കോറിൽ മാറ്റം വരുന്നുണ്ടോ എന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചോക്ക് ഡ്രീംസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.